ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു നൂഡിൽസ് ആണ്. ഹെൽത്തി ആക്കാനായിട്ട് നമുക്ക് നൂഡിൽസിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, ക്യാപ്സിക്കം, നമ്മുടെ ബീൻസ് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ 3 കോഴിമുട്ട. ഒരു പാത്രം വെച്ച് നൂഡിൽസിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് അത് ഒന്ന് തിളച്ച് വരുന്ന പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ ഏത് നൂഡിൽസ് ആണ് എടുത്തത് അതിന്റെ ക്യൂബ്സ് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ക്യൂബ്സ് പൊടിക്കാതെ നമ്മൾ ആഡ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. പൊടിഞ്ഞു പോയാൽ നൂഡിൽസ് ഉണ്ടായി കഴിയുമ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ മൊത്തത്തിൽ അതങ്ങ് കുഴഞ്ഞിരിക്കും. അതുകൊണ്ട് ഒന്നൊന്നും പൊടിക്കാതെ ഓരോരോ ക്യൂബ്സ് ആയിട്ട് ആഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് പാകത്തിന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതൊരു ചെറിയ അരിപ്പ പാത്രത്തിലേക്ക് നമുക്ക് അതിന്റെ വെള്ളം കളയാനായിട്ട് നമുക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. ഇത് എൻ്റെ നൂഡിൽസ് ഇച്ചിരി വെന്ത് പോയി. ഞാൻ നോക്കി ഇത് ഇച്ചിരിയും കൂടെ വേകാതെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിക്കുകയാണെങ്കിൽ നൂഡിൽസ് പരസ്പരം ഒട്ടിപ്പോകാതിരിക്കാൻ അത് സഹായിക്കുന്നതാണ്. ഒരു ചെറിയ ഫ്രൈ പാൻ ചൂടായി ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിൽ അതിനെ ചിക്കി തോർത്തിയെടുക്കാം. ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് കോഴിമുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. അധികം ഉപ്പ് ആവരുത്. ഓൾറെഡി നൂഡിൽസിലെ മസാലയിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നമ്മളിപ്പം മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇതിൽ ചേർത്താൽ മതി. നൂഡിൽസ് മൊത്തത്തിൽ നൂഡിൽസിന് ഉപ്പ് കൂടിപ്പോകും. അതുകൊണ്ട് മുട്ടയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുക. ഒരു സ്പൈസസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. മുട്ട ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഒരു വലിയ കടായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതാണ് എപ്പോഴും ഇതുപോലെയുള്ള ഡിഷസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലത്. സൺഫ്ലവർ ഓയിൽ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുന്ന ഈ നൂഡിൽസ് അതുപോലെ ഫ്രൈഡ് റൈസ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുമെങ്കിൽ അത് കുട്ടികൾക്ക് വളരെ ഹെൽത്തിയുമായിരിക്കും. അവർക്ക് ഇഷ്ടപ്പെടുന്ന പൊതുവെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലോ നൂഡിൽസ്. പച്ചക്കറി കഴിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇത് വളരെ അധികം ഹെൽപ്ഫുൾ ആയിരിക്കും. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ കുട്ടികൾക്ക് കൂടുതലും ഇങ്ങനെയുള്ള ഫുഡൊക്കെ എപ്പോഴും ഞാൻ ഉണ്ടാക്കത്തില്ല, എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ ഞാൻ കൂടുതലും വെജിറ്റബിൾസ് ആഡ് ചെയ്യാറുണ്ട്. ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഒക്കെ ഉള്ളവർക്കുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട. ഒരു ചെറിയൊന്ന് കടിക്കുന്ന ഒരു പരുവത്തിലായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ തോർത്തിയെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. മുട്ടയും ഒന്ന് ആഡ് ചെയ്ത് വെജിറ്റബിൾസും എല്ലാം ഒന്ന് മിക്സ് ആയി കഴിയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ, ടൊമാറ്റോ സോസ് അതുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ടൊമാറ്റോ സോസ് ഇതൊക്കെ നമുക്ക് ഓപ്ഷണലാണ്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ സോയാ സോസ് 1 ടീസ്പൂണ് ഇതൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ആയിരിക്കും നൂഡിൽസിന്. ഒക്കെ ഓപ്ഷനല്ല, നമ്മുടെ കയ്യിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇതെല്ലാം ഒന്ന് സെറ്റായി വരുന്ന സമയത്തേക്ക് നമ്മുടെ ഓൾറെഡി നൂഡിൽസിനകത്ത് നൂഡിൽസ് മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ഓരോന്നായിട്ട് ഈ സമയം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. അത് ഒരുപാട് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകുമ്പോൾ പിന്നെ മസാല ഒരു കമർപ്പ് ചുമയുണ്ടാകും. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് ഓരോന്നായിട്ട് നമുക്ക് ഇളക്കി ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. മസാല കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മസാല ഇങ്ങനെ ഒന്ന് ഇളക്കി വെജിറ്റബിൾസിലും എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ്
മുഴുവനായി നമ്മൾ കുഴഞ്ഞിടരുത്. ഇട്ട് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അത് കുഴഞ്ഞു പോകുന്നത് കൊണ്ട് ഇതിപ്പോൾ ഈ നൂഡിൽസ് ഓൾറെഡി ഇച്ചിരി വെന്ത് പോയി. ഇതിലും ഇച്ചിരി ഞങ്ങൾ വേവ് കുറച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്നിട്ട് നമ്മൾ തവി കൊണ്ട് ഇളക്കാതെ ഇങ്ങനെ 2 തവി ഉപയോഗിച്ച് പൊക്കി പൊക്കി ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാമെങ്കിൽ, ഒന്ന് മിക്സ് ചെയ്തെടുക്കാമെങ്കിൽ അത് നൂഡിൽസ് പൊടിഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും. മുഴുവനായിട്ട് ഒരുമിച്ചിടാതെ കുറച്ച് കുറച്ചിട്ട് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. 2 സ്പൂൺ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ അതങ്ങ് കുഴഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ കുഴഞ്ഞ് റെഡി ആയിരിക്കുകയാണ്. അത് ഞാനത് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എൻ്റെ മോള് കഴിച്ചേച്ച് ഇവിടെ സൂപ്പറാന്ന് പറയുന്ന വീഡിയോ ആണിത്.